തിരുവനന്തപുരത്ത് നിന്നുള്ള ട്രെയിനുകൾ വൈകുന്നു. രാവിലെ മുതൽ എല്ലാ ട്രെയിനുകളും മണിക്കൂറുകൾ തടസ്സപ്പെട്ടു. രാവിലെ പുറപ്പെടേണ്ട ട്രെയിനുകൾ ഇതുവരെ ഓടിത്തുടങ്ങിയിട്ടില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, സ്വാഭാവികമായും യാത്രക്കാർ വലിയ ദുരിതത്തിൽ തന്നെയായിരിക്കും. എന്താണ് റെയിൽവേയുടെ വിശദീകരണം? അഞ്ജന, രാവിലെ മുതൽ 10 മണി മുതലാണ് ഈ ട്രെയിൻ ഗതാഗതം, തിരുവനന്തപുരത്ത് നിന്നുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. വൈദ്യുതി ലൈനിലുള്ള തകരാറാണ് ഇതിന് കാരണമെന്നാണ് ദക്ഷിണ റെയിൽവേ അറിയിക്കുന്നത്. വലിയ ദുരിതത്തിൽ തന്നെയായിരുന്നു മണിക്കൂറുകൾ യാത്രക്കാർ എന്ന് തന്നെ പറയാം. ഇപ്പോൾ ചില ട്രെയിനുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഏകദേശം 4-5 മണിക്കൂറോളം സമയമാണ് ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും കുട്ടികളും വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ നേരത്തെ രാവിലെ എത്തി വൈകുന്നേരത്തോടു കൂടി പല സ്ഥലങ്ങളിലും എത്താൻ ആയി ട്രെയിൻ ടിക്കറ്റ് എടുത്തവരായിരുന്നു. അവരെല്ലാം വളരെ വൈകിയോളം ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ഈ പരിസരത്ത് ഇപ്പോഴും കിടക്കുകയാണ്. ഇപ്പോഴും പൂർണ്ണമായും റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ആളുകൾ ദുരിതത്തിലായി എന്ന് തന്നെ കൃത്യമായി പറയാൻ കഴിയും. ഇവരെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് നോർത്ത് ഇന്ത്യൻകാർ ഉൾപ്പെടെയുള്ളവർ ഒക്കെയുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഇവിടെ ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അല്പസമയം മുമ്പാണ് ചില ട്രെയിനുകൾ, 1-2 ട്രെയിനുകൾ മാത്രമാണ് ഓടിത്തുടങ്ങിയത്. ദക്ഷിണ റെയിൽവേയുമായി സംസാരിച്ചപ്പോൾ പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിശദീകരണം നൽകുന്നത്. പക്ഷേ പൂർണ്ണമായും ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. രാത്രിയോട് മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കുന്നത്. നാഗർകോവിൽ നിന്ന് വരുന്ന ട്രെയിനുകളാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ തടസ്സപ്പെട്ടത്. തിരുവനന്തപുരത്ത് ഒപ്പം തന്നെ ഈ 2:45 എടുക്കേണ്ട ജനശതാബ്ദി ഉൾപ്പെടെയുള്ള എക്സ്പ്രസ്സുകളെല്ലാം തടസ്സപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ചില ട്രെയിനുകൾ വൈകി ഓടുമെന്ന, ഈ 4 മണിക്ക് ഓടേണ്ട അനന്തപുരി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ വൈകി ഓടുമെന്ന് റെയിൽവേ അനൗൺസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയും അല്പസമയത്തിനകം പരിഹരിക്കും എന്നാണ് ദക്ഷിണ റെയിൽവേ അറിയിച്ചിരുന്നതെങ്കിലും പക്ഷേ പ്രശ്നം പരിഹരിക്കാതെ പോവുകയായിരുന്നു. അത് കൂടുതൽ സമയം നീണ്ടുപോവുകയായിരുന്നു. ഇപ്പോഴും പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്നാണ് റെയിൽവേ ഗതാഗതം ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നു കിടക്കുന്നത്. ചില ട്രെയിനുകൾ പല സ്ഥലങ്ങളിലുമായി ഇപ്പോഴും നിർത്തിയിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് ഉച്ചയ്ക്കും രാവിലെയും ഒക്കെ തിരുവനന്തപുരത്ത് നിന്ന് എടുക്കേണ്ട ട്രെയിനുകളെല്ലാം പല സ്ഥലങ്ങളിലായി ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ്. ചില ട്രെയിനുകൾ മാത്രം ഇപ്പോൾ ചെറിയ രീതിയിൽ പ്രശ്നപരിഹാരം, വൈദ്യുതി ലൈനിലുണ്ടായ തകരാറ് പരിഹരിച്ച് ഇപ്പോൾ ചില ട്രെയിനുകൾ മാത്രമാണ് ഓടിത്തുടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി ആരംഭിച്ച ഈ പൂർണ്ണമായും തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം മണിക്കൂറുകൾ നീണ്ടിട്ടും അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. പൊതുവേ വളരെ വലിയ തിരക്കാണ് ഈ ട്രെയിനുകളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചു കാലമായി. ഒപ്പം തന്നെ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം കുറച്ചതും അതുപോലെ തന്നെ സ്ലീപ്പർ ടിക്കറ്റുകളുടെ എണ്ണം കുറച്ചതുമെല്ലാം കാഴ്ച നമ്മൾ നേരത്തെയൊക്കെ കണ്ടതാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഓടിത്തുടങ്ങേണ്ട ട്രെയിനുകൾ വൈദ്യുതി തകരാറ് മൂലം എന്ന വിശദീകരണത്തോടെ വളരെ വൈകി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അഞ്ജന, വിവരങ്ങൾ നൽകിയത്.